വനിതാ വികസന കോർപ്പറേഷനും പത്തനംതിട്ട നഗരസഭയും സംയുക്തമായി തുടങ്ങിയ കുടിവെള്ള വിതരണ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. നഗരഹൃദയത്തോട് ചേർന്ന് പാമ്പൂരിപ്പാറയിലായിരുന്നു കെട്ടിടം നിർമ്മിച്ച് ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയത്. 2019 ഉദ്ഘാടനം ചെയ്ത പദ്ധതി പലവിധ കാരണങ്ങളാൽ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നഗരത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് പാമ്പൂരിപ്പാറ. കൃഷിഭവനോട് ചേർന്ന് കെട്ടിടം നിർമ്മിച്ചു. ഒരു നില കെട്ടിടത്തിൽ വെള്ളം ശുദ്ധീകരിച്ചു നൽകാൻ ആവശ്യമായ ഉപകരണങ്ങളും ഒരുക്കി. ഇത് മാത്രമാണ് ഇക്കഴിഞ്ഞ 8 വർഷം കൊണ്ട് പാമ്പൂരിപ്പാറയിൽ നടന്നത്. വെള്ളവും വെളിച്ചവുമില്ലാതെ അനാഥമായി കിടക്കുകയാണ് ഇന്നീ കെട്ടിടം. നഗരസഭ മുൻകൈയെടുത്ത് നടത്തേണ്ട പദ്ധതിയാണ്. എന്നാൽ മാറി മാറി വന്ന നഗരസഭ ഭരണത്തിലെ അധികൃതരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2019 ചെയർപേഴ്സണായിരുന്ന ഗീതാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പോയതാണ്. 1 മാസം പോലും തികച്ചു പ്രവർത്തനം നടന്നില്ല. വർഷം 8 കഴിഞ്ഞിട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു കുറവുമില്ല. 2019 ശേഷം വന്ന കൗൺസില് അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്ന് തന്നെ പറയാം. ഞാൻ അന്നത്തെ നഗരസഭാ ചെയർമാനോട്ട് വളരെ വിശദമായി സംസാരിച്ചാണ്. അദ്ദേഹം പലപ്പോഴും യോഗങ്ങൾ വിളിക്കുകയുമൊക്കെ ചെയ്തെങ്കിലും അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ നഗരസഭാ ചെയർപേഴ്സണോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. താമസിയാതെ ഒരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് പ്രശ്നമെന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന പദ്ധതി കാടുപിടിച്ച് നശിക്കുന്നതിൽ നാട്ടുകാർക്കും പ്രയാസമുണ്ട്. നഗരത്തെളിമ എന്ന പേരിൽ വെള്ളമെത്തിക്കാൻ തീരുമാനമെടുത്ത പദ്ധതിയാണ് ഇന്ന് ഇരുട്ടിലായി കിടക്കുന്നത്. നാട്ടിൽ 60 രൂപ മുതൽ 80 രൂപ വരെ പലയിടത്തും ഈടാക്കുകയാണ് ക്യാനുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന്. എന്നാൽ നഗരസഭയുടെ പദ്ധതി 30 രൂപയ്ക്ക് വെള്ളം എത്തിക്കുക എന്നതായിരുന്നു. ഇതാണ് എങ്ങുമെത്താതെ നശിച്ചു കിടക്കുന്നത്. മറ്റു പല പദ്ധതികൾ വന്നപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ചെലവഴിച്ച നഗരത്തെളിമ ആർക്കും വേണ്ടാതായി. കുറച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇല്ലാതായി. തടസ്സം വന്നത് ഈ എഗ്രിമെന്റിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഭാഗം എടുത്ത നിലപാടുകൾ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അത് കുറേ അധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു സംരംഭമായിരുന്നു. ആ സംരംഭം വീണ്ടും സജീവമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഭരണസമിതിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.